നമ്മുടെ ഉണ്ടായിരുന്ന 2 ഓർഡറിൽ ഒരു ഡെലിവറി നമ്മൾ ചെയ്ത് കേട്ടോ. ഒരു ഓർഡറിൻ്റെ ഡെലിവറി കഴിഞ്ഞു. രണ്ടാമത്തെ ഓർഡറിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. നിങ്ങൾ സ്ഥലങ്ങളൊക്കെ കാണും ഗൈസ്, എത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ബ്യൂട്ടിഫുൾ ടാസ്മാനിയ. വെയിലുള്ളപ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അഡ്രസ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ അഡ്രസ്സ് കാര്യം പറഞ്ഞാൽ ഭയങ്കര തൊല്ല പിടിച്ചൊരു പരിപാടിയാണ്. ഒരു സൈഡിൽ ഓഡ് നമ്പരും ഒരു സൈഡിൽ ഈവൻ നമ്പരുമാണ് ഇവിടെ അഡ്രസ്സ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇവിടെ മീൻസ് ഇങ്ങനെ അതായത് ഒറ്റ മീൻസ് ഇൻഡിപെൻഡൻറ്റ് ഹൗസസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് വീടുകൾ കണ്ടുപിടിക്കാൻ. പക്ഷേ ബിസി ആയിട്ടുള്ള സിറ്റികളിലൊക്കെ എപ്പോഴും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല പാർക്കിംഗ് ഇഷ്യൂസ്, അത് വലിയൊരു പ്രശ്നമാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പാർക്കിംഗ് ഇഷ്യൂ ഭയങ്കരമാണ്. നമുക്കിങ്ങനെ ഒരു ചെറിയ സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഇനഫ് സ്പേസ് ഉണ്ട്. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി നൈസായിട്ട് പാർക്ക് ചെയ്യാം. പാർക്കിംഗ് അതായത് റോഡ് സൈഡ് പാർക്കിംഗ്, സ്ട്രീറ്റ് പാർക്കിംഗ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതെനിക്കൊരു കൈൻഡ് ഓഫ് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി ഇവിടെ ആ ഒരു കാര്യത്തിൽ. കാരണം എൻ്റെ ഒരു സുഹൃത്ത് മെൽബണിൽ അവൻ ഊബർ ഈറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവന് അനുഭവപ്പെട്ട ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഇത് കാരണം ഒത്തിരി പാർക്കിംഗ് ഫൈൻ വന്നു, പാർക്കിംഗ് ടിക്കറ്റിന്റെ ഇത് വന്നു. ഏതോ ഒരു സമയത്ത് ഒരു ഇച്ചിരി കണ്ട് അവന്റെ വണ്ടി യെല്ലോ ലൈനിൽ മുട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഫൈനൊക്കെ വന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് അവൻ ആ ഊബർ ഈറ്റ്സിന്റെ പരിപാടി നിർത്തി. നമ്മൾ ഇതുപോലുള്ള ചെറിയ സിറ്റികളിൽ താമസിക്കുമ്പോൾ ഉള്ളതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഫീസിബിൾ ആണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഈ പണി ചെയ്യാം. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇതും കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടു ചെലവുകളൊക്കെ നടക്കുമോ? യെസ്, ഓഫ് കോഴ്സ്. നമുക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള നീഡ്സ് എല്ലാം തന്നെ നമുക്ക് നടക്കും. പിന്നെ ഞാനൊരു എന്താ പറയണേ, അത്രയ്ക്കും ഈ നമ്മളൊരു യാത്രയ്ക്ക് പോകുന്ന പോലെ വണ്ടി ഓടിക്കാൻ, അല്ലാണ്ട് ജോലിക്കൊക്കെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരാളല്ല. അതായത് ഇപ്പം എനിക്കൊരു അതായത് ഇപ്പം ചോദിക്കുകയാണ്, നമ്മുടെ ഓൺ കാറാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഓൺ കാർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ഇതിന്റെ വിയർ ആൻഡ് ടയർ നമ്മൾ തന്നെ നോക്കണം. ഇപ്പം നമ്മളൊരു ടാക്സി കമ്പനിയിൽ വർക്ക് ചെയ്യണം, ടാക്സിക്കാരുടെ വണ്ടിയാണ് യൂസ് ചെയ്തത്, അവരത് 50-50 ചെയ്തു തരും. മനസ്സിലായോ? അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബസ് ഓടിക്കുകയാണ്, ലോറി ഓടിക്കുകയാണ്, അപ്പോൾ അത് ആ കമ്പനിയുടെയാണ് ആ വിയർ ആൻഡ് ടയർ കാര്യങ്ങളൊക്കെ. അവർ നമുക്ക് സാലറീഡ് ആണ്, നമ്മൾ വർക്ക് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു, നമുക്കൊരു പ്രോപ്പർ സാലറി ഇൻകം ഉണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ അത് അങ്ങനെയല്ല. ഇവിടെ വരുമ്പോൾ നമ്മളുടെ ഓൺ കാർ നമ്മൾ യൂസ് ചെയ്യുന്നു, അതിന്റെ വിയർ ആൻഡ് ടയർ നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് പ്രോഫിറ്റബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഊബർ ഈറ്റ്സ്. പിന്നെ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജോലി ഭയങ്കര പാടാണ് കിട്ടാൻ. എൻ്റെ പൊന്നു ഗൈസ്, ഞാൻ പലതവണ ഈ കാര്യം എൻ്റെ വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ട്. ജോലി ഓസ്ട്രേലിയയിൽ ഒരു നേഴ്സ് അല്ലാത്ത ഒരാൾ, നേഴ്സ് മീൻസ് നേഴ്സിന്റെ ഹസ്ബൻഡായിട്ട് വരുന്ന ഒരാൾക്ക് ജോലി കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയ്ക്ക് ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അപ്പൊ ഇവിടെ എങ്ങനെ നമുക്ക് ജോലി കണ്ടെത്താം, എങ്ങനെ നമുക്കൊരു ജോലിയിൽ കയറാം എന്നുള്ളൊരു കാര്യമൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. കാരണം കുറേ അധികം കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒത്തിരി പേര് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവിടെ എങ്ങനെയാണ് ജോലി കണ്ടുപിടിക്കുന്നത്, നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ജോലി എന്താണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിലവിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. മഴയുടെ കാലാവസ്ഥ കാരണം വഴി കാണാനുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്യാട്ടോ. കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ ക്യാമറ ഞാൻ എൻ്റെ ഫേസിലേക്കാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ കുറച്ച് നേരം എൻ്റെ ഫേസ് കാണാം. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ ഊബർ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞല്ലോ സേഫായിട്ട് വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ സോൺസ്, പെഡസ്ട്രിയൻ ക്രോസിങ് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വഴി വിട്ട് ലൈക്ക് നമ്മൾ ഗീവ് വേ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് കൊടുത്ത് വേണം നമ്മളെപ്പോഴും വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഓസ്ട്രേലിയയിൽ റാഷ് ഡ്രൈവിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എസ്പെഷ്യലി എനിക്കൊന്ന് ക്യൂൻസ്ലാൻഡിലൊക്കെ ഏറ്റവും എന്താ പറയുക, ക്ഷമയില്ലാത്ത ആൾക്കാരാണ്, റൂഡായിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എപ്പോഴും അതായത് 9 ന്യൂസിലും ഇതുപോലുള്ള ന്യൂസുകളിലൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇതുപോലെ ആൾക്കാർ റൂഡായിട്ട് വഴിയിൽ കടന്നിട്ട് റോഡ് റേജിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ടാസ്മാനിയിൽ അങ്ങനെ ഒരു സംഭവം ഇതുവരെയായിട്ടും ഞാൻ വന്നതിന് ശേഷം കണ്ടിട്ടില്ല. നേരത്തെ ഇവിടെ നടന്നിട്ടുണ്ടായിരിക്കും, ന്യൂസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവിടുത്തെ ന്യൂസുകൾ നമ്മൾ എപ്പോഴും ഡെയിലി ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഇതുവരെയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ക്യൂൻസ്ലാൻഡിൽ നിന്ന് എപ്പോഴും എല്ലാ ദിവസവും ഇതുപോലത്തെ പല സ്റ്റോറികൾ കാണാം. നല്ല മുട്ടൻ വഴക്കുണ്ടാക്കുന്നത് കാണാം. നമ്മുടെ നാട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കുന്ന കണ്ടിട്ടില്ല ആൾക്കാർ. ആ ഒരു രീതിയിലുള്ള തല്ലുണ്ടാക്കുന്നതൊക്കെ നമ്മുടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. ഞാൻ
അതെനിക്കൊരു പുതുമയായിരുന്നു. കാരണം യു കെയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് യു കെയിൽ ഞാനങ്ങനെ വഴി കിടന്ന ആൾക്കാർ വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ടില്ല. അതായത് ആൾക്കാർ കഞ്ചാവൊക്കെ അടിച്ചിട്ട് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന അല്ലാണ്ട് ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടാകുന്ന ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു പുതിയ അനുഭവമായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഊബർ ഈറ്റ്സിന്റെ കാര്യമായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഡോർ ഡാഷിന്റെ ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അത് മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഈ 2 ആപ്ലിക്കേഷൻ ഒരേ സമയത്ത് യൂസ് ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. മലയാളികൾ ഞാൻ അതുപോലെ പരിപാടികൾ ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടിട്ടില്ല. അത് നമ്മൾ അത്യാവശ്യം റോഡുകളുമായിട്ട് പരിചയമായതിനു ശേഷം ഈ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുപോലുള്ള ആൾക്കാർ. കാരണം നമുക്ക് വൺസ് ഒന്ന് റോഡ് സെറ്റ് ആയി. ഇപ്പം ഞാൻ ഏകദേശം ഒരു 9 മന്ത്സോളം ആയിട്ട് ഈ ഒരു ഊബർ ഈറ്റ്സ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നമുക്ക് ഈ എൻ്റെ സിറ്റിയിലെ ഒരുമാതിരിപ്പെട്ട മുക്കും മൂലയെല്ലാം എനിക്കറിയാം. അതായത് ഒരു പ്ലേസ് പോപ്പപ്പ് ചെയ്ത് വരുവാണ്, അപ്പോൾ ആ പ്ലേസിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, അവിടെ നിന്നുള്ള എക്സിറ്റ് റോഡുകളൊക്കെ എങ്ങനെയാണ് എന്നുള്ളൊരു എൻ്റെ ഐഡിയ നമുക്കുള്ളത് കൊണ്ട് തന്നെ മിക്ക റോഡുകളും നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ ചിലപ്പം നമ്മൾ ആദ്യമൊക്കെ ഞാൻ ഒറ്റ ഓർഡറിൽ കൂടെ എടുക്കത്തില്ല. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ വൺസ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞപ്പം 1 അല്ല 2 അല്ല 3 ഓർഡർ, എനിക്ക് 3 ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട് മിക്കപ്പോഴും കേട്ടോ. ഡബിൾ ഓർഡർ അല്ല, ട്രിപ്പിൾ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ഷോപ്പിൽ നിന്ന് ഒരു ഓർഡർ എടുത്തു, രണ്ടാമത്തെ ഷോപ്പിൽ നിന്ന് ശരിക്കും 2 ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 3 ഓർഡറുകൾ വരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ചില ദിവസങ്ങളിൽ ഭയങ്കര പ്രോഫിറ്റബിൾ ആണ് കേട്ടോ. അതായത് ഞാൻ ആദ്യം വന്ന സമയങ്ങളിലൊക്കെ ഡോർ ഡാഷ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഊബർ ഈറ്റ്സ് കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആണ്. എനിക്ക് ഒന്നാമത് ഡെലിവറി ജോബ്സിനോട് വലിയ താല്പര്യമില്ല. നമുക്കൊരു സ്റ്റേബിൾ ഇൻകം ക്രിയേറ്റ് ചെയ്ത് തരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇത് നമുക്ക് ഡെയിലി വിഡ്രോവൽ പരിപാടിയാണ്. ഇത് നമ്മൾ ഡെയിലി വിഡ്രോ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാഷ് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വൺസ് ഒരു ജോലിക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഫോർട്ട് നൈറ്റിലാണ്, 2 ആഴ്ച കൂടുമ്പോഴാണ് സാലറി കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സാലറി പാക്കേജ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ആ സാലറി നമ്മളുടെ കയ്യിൽ നിൽക്കും. നമ്മളുടെ ചിലവുകൾ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു സേവിങ്സ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് പോകും. ഇത് നമ്മൾ ഡെയിലി ചിലവായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഡെയിലി കിട്ടുന്നതിനകത്തുനിന്നും നമ്മുടെ വിയർ ആൻഡ് ടയറിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. പിന്നെ ബാക്കിയുള്ള ചിലവുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. പെട്രോൾ ചിലവ് വരുന്നുണ്ട്. എൻ്റെ വണ്ടിയുടെ പെട്രോൾ ചിലവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു $20 അടുത്ത് എനിക്ക് ചിലവ് വരാറുണ്ട്. കാരണം ഇവിടുത്തെ ടെറൈൻ എപ്പോഴും കയറ്റം ഇറക്കമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് $20 ചിലവ് വരാറുണ്ട് എനിക്ക് ഡെയിലി പെട്രോളിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിയർ ആൻഡ് ടയറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എമൗണ്ട്, ഇപ്പം എനിക്കൊരു $100 കിട്ടുന്നതെങ്കിൽ, എനിക്കൊരു $100 എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു $100 നിന്നും $20 പെട്രോൾ പോയി, പിന്നെ ഒരു $20 ഞാൻ എൻ്റെ വെയർ ആൻഡ് ടയറിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കി പോയിട്ട് $60 വരും. ഈ $60 ചിലപ്പം വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിച്ച് കോൾസിൽ കയറുമ്പോൾ തന്നെ $50 ചിലവായി. പിന്നെ പോയിട്ട് ഒരു $10 ആയിരിക്കും നമുക്ക് മിച്ചം കിട്ടുന്നത്. അതൊരു പ്രോഫിറ്റബിൾ ആണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഡേ ആൻഡ് നൈറ്റ് കിടന്നിട്ട് ഊബർ ഈറ്റ്സ് ഓടുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ എത്ര നേരം നമുക്ക് ഊബർ ഓടിക്കാൻ പറ്റും. ഞാൻ മാക്സിമം ഓടിച്ചിട്ടുള്ളത് 12 മണിക്കൂറാണ്. 12 മണിക്കൂർ ഒരു ദിവസം ഓടിച്ചു. അന്ന് എൻ്റെ എന്താ പറയുക, ആ ഒരു ഊബർ അന്നത്തോടെ സ്റ്റോപ്പായി. അതായത് ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല. 12 മണിക്കൂറിൽ കൂടുതൽ ഓടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഊബർ സ്റ്റോപ്പായി പോയി. അതുകൊണ്ട് അന്ന് എനിക്ക് ഓടിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അതിനുശേഷം ഒരു പ്രാവശ്യം ഓടിച്ചപ്പോൾ 6 മണിക്കൂർ എനിക്കൊന്ന് 6 അവേഴ്സിലും 10 അവേഴ്സിലും നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മൾ അതായത് 6-ാം മണിക്കൂറിൽ ഓടിക്കുമ്പോഴും 10-ാം മണിക്കൂറിൽ ഓടിക്കുമ്പോഴും നമുക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ഇത്ര ഓടിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ ഫാറ്റീഗ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്കിവർ നോട്ടിഫിക്കേഷൻ തന്നുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ നല്ലൊരു കസ്റ്റമറിൻ്റെ വീട്ടിലെത്തി. ഞാൻ നേരത്തെ എടുത്ത ഹംഗ്രി ജാക്സിലെ 2ാമത്തെ ഓർഡർ ഞാനിവിടെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്ക് ചെയ്യാണ് കേട്ടോ. പിന്നെ ചില ആൾക്കാർക്കുള്ളൊരു ഡൗട്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ ടിപ്പ് കിട്ടുമെന്നുള്ളത്. ടിപ്പ് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണല്ലോ. സോ നമുക്കിവിടെ ടിപ്പ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും, എപ്പോഴും ഇല്ല. ഓൾവേസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഈ ടിപ്പിൻ്റെ അകത്ത് കേട്ടോ. അപ്പം നമുക്ക് ചില സമയത്ത് ടിപ്പ് കിട്ടും, ചില സമയത്ത് നമുക്ക് ടിപ്പ് കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഈ ടിപ്പ് കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 90% നമുക്ക് ടിപ്പ് കിട്ടാറില്ല. ഓക്കെ, 90 എന്ന് പറയാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് ഒരു 98% ടൈമിലും എനിക്ക് ടിപ്പ് കിട്ടാറില്ല. പിന്നെ ടിപ്പ് കിട്ടുന്നതിനൊരു മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ ചോദിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡെലിവറി കഴിയുമ്പോഴും നമുക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കസ്റ്റമറാണ് ചൂസ് ചെയ്യുന്നത്. അതായത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഡെലിവറി ചെയ്താൽ മതി, ഞാൻ ഡോറിൽ വന്ന് കളക്ട് ചെയ്തോളാം, അല്ലെങ്കിൽ ഒരു പിൻ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു 3 ഓപ്ഷനാണ് ശരിക്കും ഉള്ളത് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അപ്പം സാധാരണ ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് ഈ ടേക്ക് എ ഫോട്ടോ ലീവ് എറ്റ് ഡോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പം ഈ ലീവ് എറ്റ് ഡോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നമ്മൾ ആ ഡോറിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ താഴെ നമുക്കൊരു ഡെലിവറി നോട്ടിനുള്ളൊരു സ്പേസ് ഉണ്ട്.
അപ്പോൾ ആ നോട്ട് നിങ്ങൾ ശരിക്കും എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് താങ്ക് യു പറയാം. ആ ഒരു ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്തൊരു താങ്ക്സ് നോട്ട് അയക്കും. എൻ്റെ സർവീസ് ചൂസ് ചെയ്തതിന്, അല്ല ഞാൻ പറയും ഊബർ ഈറ്റ്സ് എന്ന സർവീസ് ചൂസ് ചെയ്തതിന് നന്ദി, നമ്മളെ സപ്പോർട്ട് ചെയ്ത്, അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു തംസപ്പ് അയക്കണമെങ്കിൽ അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർ യു ക്യാൻ പ്രൊവൈഡ് ഇഫ് യു ഓക്കെ നമുക്കൊരു ടിപ്പ് എനി ലൈക്ക് ഒരു എനി എമൗണ്ട് ഒരു ടിപ്പായിട്ട് തരാം, അല്ലെങ്കിൽ ജസ്റ്റ് എമൗണ്ട് ഞാൻ പറയാറില്ല, ടിപ്പ് ജസ്റ്റ് ഒരു ബേസിക് ടിപ്പ് റിക്വസ്റ്റ് ഒരു മെസ്സേജ് ഞാൻ അയച്ചിടും. അപ്പം ഞാൻ അയച്ചിടുന്ന സമയങ്ങളിൽ ഞാൻ അതിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ എനിക്കൊരു 20%, ഒരു 20% സമയത്തും എനിക്ക് ടിപ്പ് $1-2 കിട്ടാറുണ്ട്. അത് ഓരോ ശതമാനം വെച്ചിട്ടാണ്. ഇത്ര ശതമാനം, അതായത് 5%, 10%, 20% എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർക്ക് തന്നെ സെറ്റ് ചെയ്യാം എത്ര പെർസെൻറ്റേജ് ആണ് ടിപ്പ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പം അതിൻ്റെ ബേസിസിലാണ് നമുക്ക് ശരിക്കും ടിപ്പ് കിട്ടുന്നത്. അപ്പം അത് ചിലപ്പം നമ്മൾ ഓർഡർ, ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ടിപ്പ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു സമയത്ത് എനിക്കൊന്ന് ഒരു ഓർഡർ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ, എനിക്കൊന്നൊരു അണ്ടർ 5 കിലോമീറ്റർ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഞാൻ ആ ഓർഡർ ഡെലിവറി ചെയ്ത് എനിക്ക് തോന്നുന്നു ഏകദേശം എനിക്കൊരു $18 ഓർഡർ ആയിരുന്നു, കോൾസിന്റെ ഓർഡർ ആയിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവർക്ക് ഒരു ഫുഡിന്റെ ഒരു ഓർഡറും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 സ്ഥലത്തേക്ക് നമുക്ക് ഒരുമിച്ച്, അതായത് ഒറ്റ കസ്റ്റമറിന് വേണ്ടിയിട്ട് 2 സ്ഥലത്ത് നിന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും, 2 ഷോപ്പിൽ നിന്ന്. അങ്ങനെ പിക്കപ്പ് ചെയ്ത് കൊടുത്ത ഒരു ഫുഡെല്ലാം കൂടെ കൊടുത്തതിന് ഏകദേശം എനിക്കൊരു $18 ഓർഡർ ഉണ്ടായിരുന്നു. ആ ഓർഡറിന് എനിക്ക് അവർ ഏകദേശം ഒരു $15 എനിക്ക് ഇത് തന്നു, അതായത് ഒരു ടിപ്പായിട്ട് തന്നു. അപ്പോൾ ആ ടിപ്പ് സത്യം പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ഭയങ്കര അനുഗ്രഹമായിട്ട് ഫീൽ ചെയ്തു. നമ്മൾ ടിപ്പ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് താങ്ക്സ് പറയാനുള്ള ഒരു ഓപ്ഷനും ഈ ഊബറിനകത്തുണ്ട്. അങ്ങനെ നമുക്ക് താങ്ക്സ് വേണമെങ്കിൽ താങ്ക്സ് പറയാം. പിന്നെ ഒരു അപ്പച്ചൻ എനിക്ക് ഇതിന് മുന്നേ ഒരു സമയത്ത് നേരിട്ട് കയ്യിൽ ഒരു $10 തന്നിട്ടുണ്ട്, അങ്ങനെ പൈസ തന്നിട്ടുണ്ട്. പിന്നെ എനിക്കൊരു $5 ടിപ്പ് കിട്ടിയിട്ടുണ്ട്, ഡയറക്റ്റ് കയ്യിലേക്ക് തന്നെ. ഈ ഓൺലൈൻ വരുന്നതിനൊക്കെ നമ്മൾ ടാക്സബിൾ ആണല്ലോ, കൈ കിട്ടുന്നതാണ് സത്യം പറഞ്ഞ സന്തോഷം. പക്ഷെ നമ്മൾ ഒരിക്കലും ഫേസ് ടു ഫേസ് കസ്റ്റമറിൻ്റെ അടുത്ത് ടിപ്പ് ചോദിക്കാൻ പാടില്ല. സാർ എനിക്ക് ടിപ്പ് തരുമോ, നമ്മുടെ സാറെന്ന് വിളിക്കുന്ന പരിപാടിയില്ല. നമ്മൾ അവരുടെ അടുത്ത് പറയാണ് എനിക്ക് ടിപ്പ് തരാമോ എന്ന് ചോദിക്കുന്ന പരിപാടിയില്ല. കാരണം ഞാൻ അമേരിക്കൻ ഊബർ ഈറ്റ്സിന്റെ ഒക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ ടിപ്പിന് വേണ്ടിയിട്ടാണ് ഇത്ര ലോങ് ഓടി വന്നത് എന്നൊക്കെ ഉള്ളത്. ഞാൻ ചെറിയ ഓട്ടങ്ങൾക്കൊന്നും ഒരിക്കലും ടിപ്പ് റിക്വസ്റ്റ് അയക്കാറില്ല. നമ്മളിപ്പോൾ ഒരു ലോങ് പോവാണ്, നമുക്ക് തന്നെ തോന്നി, അതായത് നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നു, അതായത് ചില ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ നിന്നും നമുക്ക് പെട്ടെന്നൊരു ഓർഡർ കിട്ടത്തില്ല, കാരണം അവിടെ വേറെ ഷോപ്പുകളൊന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പം നമുക്കിങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഷോപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഓർഡറുകൾ കിട്ടാൻ ഭയങ്കര ഈസിയാണ്. അപ്പം അങ്ങനെ ഓർഡർ കിട്ടാതിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ചിലപ്പം അവരുടെ അടുത്ത് ടിപ്പ് റിക്വസ്റ്റ് അയക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇത്രയും ഓടി വന്നു, ഓക്കെ നമുക്കൊരു ഓർഡർ വന്നു കേട്ടോ, ഓക്കെ ഇത്രയും ഓടി വന്നു, ഞാൻ അതുകൊണ്ട് എനിക്ക് ടിപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടിപ്പ് റിക്വസ്റ്റ് അയക്കാം. പക്ഷെ അതൊരിക്കലും നമുക്ക് അവരുടെ ഫേസ് ടു ഫേസ് ചോദിക്കാനെന്നുള്ള ഒരു അവകാശവും ഇല്ല, നമ്മൾ അങ്ങനെ ചോദിക്കാനും പാടില്ല. ഓക്കെ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതൊരു ഇവിടുത്തെ ഒരു ഇതാണ്, ഒരു കസ്റ്റമർ ഇന്ററാക്ഷൻ കുറച്ചുകൂടെ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം ഇവിടുത്തെ കാര്യങ്ങൾ. കാരണം ഇവിടെ കുറച്ച് ഇങ്ങനെ സെയിൽസ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അല്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മൾ കുറച്ചുകൂടെ നല്ലൊരു കസ്റ്റമർ ഇന്ററാക്ഷൻ വെക്കുവാണെങ്കിൽ ഇവർ നമുക്ക് തംസപ്പ് തരാം. അതായത് നമുക്ക് യൂബർ ഈറ്റ്സിനകത്തൊരു ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്ലൈക്ക് ബട്ടൺ ഉണ്ട്. ഡിസ്ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓർഡറുകൾ ലഭിക്കുന്നത് കുറയും. എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളുടെ ഒരു സുഹൃത്തിന് ഡിസ്ലൈക്ക് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർഡർ കുറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും നമ്മൾ ചില സമയത്ത് എപ്പോഴും ഒന്നും നമ്മൾ ഈ പ്രോപ്പറായിട്ടുള്ള ടൈമിൽ എത്തില്ല. കാരണം ഈ ഷോപ്പുകളൊക്കെ ഭയങ്കരമായിട്ട് ഡിലേ ആക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ KFC-യിലൊക്കെ അരമണിക്കൂർ 35 മിനിറ്റ് 45 മിനിറ്റ് ഒക്കെ നിന്ന സമയങ്ങളുണ്ട്. അപ്പോൾ ഊബർ ഈറ്റ്സിനാണെങ്കിൽ നമുക്ക് ഈ എക്സ്ട്രാ ടൈം നിൽക്കുന്നതിനും നമ്മൾ ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നതിനും ഡെലിവറി ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ബോണസ് പോയിന്റ് അല്ലെങ്കിൽ ബോണസ് എമൗണ്ട് നമുക്ക് അവർ തരാറുണ്ട്. ഡോർ ഡാഷിന് ഈ ഒരു പരിപാടി ഇല്ല. അതായത് നമ്മൾ 45 മിനിറ്റ് നിന്നാലും നമുക്ക് $8 ഓർഡറാണ്, $8 തന്നെ ആയിരിക്കും. ഇതേ സ്ഥാനത്ത് ഇത് നമ്മൾ ഊബറിനാണ് നമുക്ക് അങ്ങനെ ഒരു ഡിലേ വരുന്നതെങ്കിൽ, അതായത് ഷോപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഡിലേ ആണ്. അങ്ങനെ ഡിലേ വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഇതിന്റെ അകത്തുനിന്ന് ഒരു നെക്സ്റ്റ് ഒരു $8 ഓർഡറാണ്, ചിലപ്പോൾ നമുക്കൊരു $10 എക്സ്ട്രാ കയറി വരും. അങ്ങനെ നമുക്കൊരു $18 കംപ്ലീറ്റ് ഇതിൽ കിട്ടും. പിന്നെ ബേസിക്കലി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഊബർ ഈറ്റ്സിന് പെർ അവർ നമുക്ക് കിട്ടുന്ന ഒരു പേ ഉണ്ടല്ലോ, ആ ഒരു പേ ഈസ് ലൈക്ക് ഇനഫ്. ഒരു $25
വെച്ചിട്ട് നമുക്ക് ഒരു അവർലി തരുന്ന രീതിയിൽ ഊബർ മിക്ക ദിവസങ്ങളിലും നമുക്ക് ട്രിപ്സ് തരും. പക്ഷെ ചില സമയത്ത് ചില ദിവസങ്ങളിൽ നല്ല ശോകം ട്രിപ്പുകളും വരാറുണ്ട്. ഒന്നെങ്കിൽ ഓർഡർ കിട്ടത്തില്ല, അല്ലെങ്കിൽ അങ്ങേയറ്റം ദൂരം പോകേണ്ട ഓർഡറുകളായിരിക്കും. അങ്ങനെ ഓർഡർ വരുമ്പം നമ്മൾ ഒന്ന് ഇതാവുന്നു, അതായത് നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യും. അതാണ് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇത് ഊബർ ഈറ്റ്സിൻ്റെയും ഡോർ ഡാഷിൻ്റെയും ഒക്കെ കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ആൾക്കാർക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പെർ ഡേ എത്ര ഏണിങ്സ് ഊബറിനകത്തുനിന്ന് ഊബർ ഈറ്റ്സ് ചെയ്താൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഊബർ ഈറ്റ്സ് ചെയ്താൽ നമുക്കൊരു പെർ ഡേ ഒരു എൻ്റെ ഒരു കണക്കും പ്രകാരം ഞാനിവിടെ വന്ന സമയത്ത് ഒരു 200 അടുത്തിട്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഗ്രാജുവൽ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഓസ്ട്രേലിയയിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റുഡൻസിനെ തള്ളിക്കയറ്റം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡെലിവറി ജോബ്സും സ്റ്റുഡൻസ് ആണ് ചെയ്യുന്നത്. അപ്പം ഈ ഷോപ്പുകൾ ശരിക്കും ഡോർ ഡാഷ് ആണോ ഊബർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഷോപ്പിൽ ഓർഡർ വരുന്ന ഏത് ആപ്പിൽ നിന്നാണോ അവരങ്ങനെയായിരിക്കും ഡെലിവറി ചെയ്യണത്. കൂടുതലും ആൾക്കാർ എനിക്ക് തോന്നുന്നു ഊബർ ഈറ്റ്സ് ആണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ ഡോർ ഡാഷ് ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡോർ ഡാഷിന് കുറച്ചുകൂടെ അതായത് നമ്മളുടെ ഡെലിവറി ചാർജസ് വളരെ കുറവാണ് ഡോർ ഡാഷിന്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഡോർ ഡാഷ് കൂടുതൽ, ചില ആൾക്കാർ ഡോർ ഡാഷ് പ്രിഫർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലാഭം വേണ്ടേ, ആ ഒരു രീതിയിൽ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഡോർ ഡാഷിൻ്റെയും ഊബർ ഈറ്റ്സിൻ്റെയും ഇത് ചിലവ് വരുന്നത്. ഇപ്പം എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 100 മുട്ടിക്കാൻ പെടുന്ന പാടുണ്ടല്ലോ, എൻ്റെ പൊന്നെണ്ണ ഭയങ്കര പാടാണ്. ഉള്ള കാര്യം പറയാനുള്ള സത്യസന്ധമായിട്ട് പറയാണ്, ഒരു $100 എങ്ങനെ ഇരുന്ന് മുട്ടിക്കണം. കാരണം നമുക്ക് നമ്മളുടെ പെട്രോളും ചിലവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോവുകയും ചെയ്യണം, നമ്മളെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കണം എന്നൊക്കെ തോന്നുന്ന സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ 100 മുട്ടിക്കാൻ ഭയങ്കര പാടാണ്. ഒരു 8 മണിക്കൂർ, അതായത് ഇവിടെ സാധാരണ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വൈഫിന് ഡ്യൂട്ടി ഇല്ലാത്ത സമയങ്ങളിലൊക്കെയാണ് ചില ആൾക്കാർ പോകുന്നത്. ഇപ്പം കപ്പിളായിട്ടുള്ള ആൾക്കാർ, കുട്ടികളൊന്നും ഇല്ലാത്തവർ വൈഫ് ഡ്യൂട്ടിക്ക് പോകുന്ന കൂട്ടത്തിൽ തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങും. എന്നിട്ട് ആ ഒരു 8 മണിക്കൂർ സമയത്തായിരിക്കും ഊബർ ഓടുന്നത്. അപ്പോൾ അങ്ങനെ ഊബർ ഓടുമ്പോൾ അവർക്ക് ആക്ച്വലി ഒരു 8 മണിക്കൂറിൽ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നൊരു ഹാർഡ്ലി ഒരു 180-200 അടുത്ത് കിട്ടും. അത് എല്ലാ ഓർഡർ ഡിപ്പെൻസ് ആണ്. അപ്പം ഇതെല്ലാം പല പല കാൽക്കുലേഷൻസ്, അത് നമുക്ക് തന്നെ പ്രോപ്പറായിട്ടുള്ള കാൽക്കുലേഷൻ അറിയില്ല ഇവരെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ദിവസം ഊബർ അടിപൊളിയായിരിക്കും, ചില ദിവസം ഊബർ കട്ട ശോകമായിരിക്കും. പിന്നെ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മഴയത്തൊക്കെ നല്ല പോലെ ഓർഡർ കിട്ടുന്നു. മഴയത്തൊക്കെ എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടില്ല. നല്ലപോലെ എന്താ പറയുക, ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് മഴ എന്നൊക്കെ പറഞ്ഞു. ഇല്ലില്ല, ഫെസ്റ്റീവ് സീസണിൽ നല്ല രീതിയിൽ ഇവിടെ പൈസ ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർ. കാരണം ചില സമയങ്ങളിലൊക്കെ ഓർഡറിനൊക്കെ നല്ല ഹ്യൂജ് എമൗണ്ട് $42 അടുത്ത് ഓർഡറിന് കിട്ടിയിട്ടുണ്ട് ഇവിടെ ആൾക്കാർക്ക്. പിന്നെ പണ്ട് ഒരു പ്രാവശ്യം ഇവിടെ നമ്മളുടെ എനിക്കൊന്ന് ഈ ഒരു ക്രിസ്മസ് ഹോളിഡേയോ ബോക്സിംഗ് ഡേ ആ ഒരു ടൈമിൽ എപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ഡേ എന്താണെന്ന്. അന്ന് സത്യം പറഞ്ഞാൽ എല്ലാ കടകൾക്കും അവധിയാണ്. ആ അവധി ദിവസങ്ങളിൽ ഈ ഊബറിനകത്ത് ഓർഡറുകൾ വരും. എൻ്റെ ദൈവമേ, $50 ഓർഡർ വരും. ചില കടകൾ ഓപ്പൺ ആയിട്ടുള്ള കടകളിൽ നിന്നാണ് നല്ല രീതിയിൽ ഒരൊറ്റ ഓർഡറിൽ തന്നെ നമുക്ക് പേയ്മെൻ്റ് ഒക്കെ കിട്ടും. അതെപ്പോഴും ഉണ്ടാവണം എന്നും ഇല്ല. സോ ഗൈസ്, ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഊബർ ഈറ്റ്സ് എൻ്റെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തത് 12 മണിയായപ്പോഴാണ് ഉച്ചയ്ക്ക്. അപ്പം ഇപ്പം സമയം എന്ന് പറയുന്നത് 1:18 കേട്ടോ. 1:18 ഞാൻ നിങ്ങളെ ടൈം കാണിച്ചു തരാം. ഇതുണ്ടോ, 1:19 അതായത് 1:20 കൂട്ടാം. ഏകദേശം 1.5 മണിക്കൂർ ടൈം എന്ന് നിങ്ങളെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ 1.5 മണിക്കൂറും കൊണ്ട് ഞാൻ എത്ര ഏർണിങ്സ് ഉണ്ടാക്കി എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. എനിക്കിപ്പം ഇച്ചിരി ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതലൊരു ഏർണിങ്സ് ആണ് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച ലഞ്ച് ടൈമാണ്. ഈ വെള്ളിയാഴ്ച ഫ്രൈഡേ ആൻഡ് സാറ്റർഡേയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് ഡേ ആണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു പേ വരുന്നത്. പിന്നെ പീക്ക് ടൈമും കൂടെയാണ്. പീക്ക് ടൈമിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ഡെലിവറിയിൽ തന്നെ 2 ഓർഡറുകൾ കിട്ടും. അതായത് ഒരൊറ്റ ട്രിപ്പിൽ തന്നെ. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് $46.20 ആണ്. എനിക്ക് കിട്ടിയിട്ട് 4 ട്രിപ്പാണ് ഞാൻ കംപ്ലീറ്റ് ഉള്ളത്. ഈ 4 ട്രിപ്പിലും 2 ട്രിപ്പിലും ഞാൻ 2 ഓർഡർ വെച്ചെടുത്തിട്ടുണ്ട്. അതായത് ഒരു ട്രിപ്പിൽ 2 ഓർഡർ. അതായത് ഹംഗ്രി ജാക്സിൽ നിന്നും എനിക്ക് ഓരോ ഓർഡർ ഉണ്ടെങ്കിൽ ആ ഓർഡർ എടുക്കാൻ ചെന്നപ്പോൾ എനിക്ക് അഡീഷണൽ ആയിട്ടൊരു ഓർഡർ കൂടെ കിട്ടി. അങ്ങനെ ഒരു പിക്കപ്പ് പോയിന്റിൽ നിന്നും 2 ഓർഡറുകൾ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു $46.20 1.5 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾ കൂട്ടി നോക്കാം, ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 25+ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊരു കാൽക്കുലേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി ഇതൊരു 46 എന്നുള്ള ഒരു 50 വെച്ച് കൂട്ടുവാണ് എന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു 25-നും 30-നും ഇടയ്ക്ക് നമുക്ക് ഡോളേഴ്സ് കിട്ടി. 25-നും 30 ഡോളറിന് ഇടയ്ക്കുള്ളൊരു എമൗണ്ട് ആണ് നമുക്ക് 1.5 മണിക്കൂറും കൊണ്ട് കിട്ടിയിട്ടുള്ളത്.
അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് രീതി എന്ന് പറയുന്നത്. ചില സമയത്ത് ഇതൊന്നും അല്ല കേട്ടോ. നമ്മൾ ചില സമയത്ത് 1 മണിക്കൂറും കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒരു ഓർഡറൊക്കെ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഓർഡർ കിട്ടത്തില്ല, നമ്മൾ പോസ്റ്റ് അടിച്ച് കിടക്കും. ഇപ്പം ഞാൻ ഡെലിവറി ചെയ്യാൻ വന്ന സ്ഥലത്ത് എനിക്ക് ആക്ച്വലി ഓർഡർ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ റെഡ് കാണിക്കുന്നുണ്ട്. ഈ റെഡ് ഉള്ള പോയിൻ്റാണ് ആക്ച്വലി ശരിക്കും നമുക്ക് എവിടെയാണ് ഓർഡർ ഉള്ളത്, എവിടെയൊക്കെയാണ് പീക്കായിട്ട് നമുക്ക് അതുകൊണ്ട് ബിസി ഏരിയാസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ബിസി ഏരിയയിലോട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിട്ട് നമ്മൾ അവിടെ ആ ഒരു ഏരിയയിൽ എത്തിയാലേ ഉള്ളൂ നമുക്ക് ഓർഡർ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ഒരു ഓർഡർ ഫിനിഷ്, അതായത് ഇപ്പോൾ അടുത്തൊരു ഓർഡർ ഞാൻ ഡെലിവർ ചെയ്ത് കഴിഞ്ഞിട്ട് പോലും എനിക്ക് വേറെ ഓർഡർ ഒന്നും വന്നിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇതാണ് ഈ ഒരു ഊബർ ഈറ്റ്സിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഐഡിയ ലൈക്ക് ദാറ്റ്സ് ഓൾ അബൌട്ട് ഊബർ ഈറ്റ്സ്. ഇതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ജോബൊന്നും അല്ല, പിന്നെ ഭയങ്കര റിസ്ക്കിയാണ്. ഒന്ന് വണ്ടിയായിട്ടുള്ളൊരു പരിപാടിയാണ്. വണ്ടി ഓടിച്ചിങ്ങനെ ചുമ്മാ നടക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെയാണ്. നിങ്ങൾ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ സം അതർ ജോബ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പറ്റണില്ല, ഇംഗ്ലീഷ് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റണില്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഈ ഒരു ഊബർ ഈറ്റ്സ് താൽക്കാലികമായിട്ടുള്ള ഒരു ജോലിയാണ്. അതിനുശേഷം നിങ്ങൾ നല്ലൊരു ജോലി കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഓൾ ഗുഡ്. Okay, see you next video. Till then, bye.